experience. പൊട്ടൂലല്ലോ ദൈവമേ. ദൈവമേ, ക്ലീറ്റോന് എന്ത് ചെയ്താൽ മതി? ഒരു സാധനം മേടിച്ചിട്ട് വരാൻ പറഞ്ഞ ഒരു സാധനം മേടിച്ചിട്ടേ ഉപ്പില്ല, വെളിച്ചെണ്ണയില്ല. ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ കറി ഉണ്ടാക്കി കൊടുക്കാനാ ദൈവമേ? കഴുകി ഞാൻ ഒഴിക്കും. ഞാൻ അതെന്താ ചെയ്യണത്? പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? നീ ഒന്ന് പൊയ്ക്കേതാക്കിടും. വല്ല ജോലി ഉണ്ടെങ്കിൽ ബോറടിക്കുന്നു. ജോലി കൊടുക്കണ സ്ഥലോ? കിച്ചണിൽ വല്ല ജോലിയും കാണുമല്ലോ, ഒരു ജോലി ഇതാ. നീ ഒരു കാര്യം ചെയ്, ജോലി കിട്ടിയാ പോരെ? ആ മുറി ചെന്ന് നിന്റെ ബുക്കൊക്കെ അവിടെ നിരന്ന് കിടക്കുക, അത് ഒതുക്കി വെക്ക്. ഗുണമില്ല കറി. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഇതാ. എന്തുവാടാ നിനക്ക് ഇവിടെ? എന്ത് ജോലി ഉണ്ടാവാൻ? നിനക്ക് വല്ലതും ചെയ്യാൻ അറിയാമോ? എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം. എന്നാ പോയി പുറത്തുനിന്ന് ഇച്ചിരി കരിവേപ്പില എടുത്തുണ്ടോ താളിക്ക്. ഞാൻ പറമ്പ് വരെ പോണ്ടേ? വേറെ എന്തെങ്കിലും ജോലിയാ? വേറെ എന്ത് ജോലി തരാൻ? അതെ, മാമിയുടെ അടുത്ത് പോയിട്ട് ഇച്ചിരി ഉപ്പ് മേടിച്ചിട്ട് വന്നേ. ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും മേടിച്ചിട്ടുണ്ടോ? ഉപ്പ് ഇവിടെ ഇല്ലേ? ഉപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചിട്ട് വരാൻ പറയോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? നിനക്കിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു ജോലി കിട്ടിയാ മതി. ഇത്രയും ജോലി നിനക്ക് വേണ്ടേ? ഈ ജോലി ഒന്നും പോരാ. വേണ്ട. പിന്നെ എന്താ നിനക്ക് ഇഷ്ടമുള്ള ജോലി? കറി ഉണ്ടാക്കാനോ? നിനക്ക് എന്തറിയാം? നിനക്ക് എന്തറിയാം കറി ഉണ്ടാക്കാൻ? പൊയ്ക്കേടാ നീ. മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്ക. നിന്റെ ഡാഡിയുടെ കൂടെ ജീവിക്കണത് തന്നെ വലിയൊരു ജോലിയാ. അതിന്റെ കൂടി ഇനി അവൻ മോൻ ജോലി ചെയ്ത് തരാൻ പോണത്. എന്റെ പൊന്നെ, എന്തെങ്കിലും ഒരു ജോലി തരാൻ. ഒരു ജോലിയില്ല ഇവിടെ. ഒരു കാര്യം പറയട്ടാ? വേണ്ട. ഈസിയാണ്. പറ. ചെയ്യാൻ പറ്റും. പറയട്ടാ? പറ. വെളുത്തുള്ളി എല്ലാം അഴിഞ്ഞു എല്ലാം തരട്ടാ? ഞാൻ വടി എടുക്കണോ അതോ തന്നെത്താനെ പോകുവോ? എന്നാ പോ. പഠിക്കാൻ കഴിയൂല. അപ്പുറത്ത് വെച്ച് ഉപ്പ് മേടിക്കാൻ പറഞ്ഞാൽ അത് കഴിയൂല. കറിക്കാണെങ്കിൽ ഉപ്പും ഇല്ല. ദൈവമേ. തക്കടോ പൊന്നെ, എന്താ? അമ്മയുടെ മക്കള് പോയിട്ട് മാമിയുടെ അടുത്ത് ഇച്ചിരി ഉപ്പ് മേടിച്ചോണ്ട് വന്നേ. പൊന്നെ, എനിക്കൊന്നും വയ്യ. ഞാൻ ഒന്നും ജോലിയൊന്നും ചെയ്യണില്ലേ. അമ്മയല്ലേ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞ. കറി തരുമ്പോഴേ ഉപ്പില്ലാന്ന് എന്നോട് പറയരുത് കേട്ടോ. എന്തോ എന്തെടുക്കോടി? ഇവിടെ ഒന്ന് തുടക്കി വരുന്നു. എന്തേ? എന്ത് ഒരു സന്തോഷവും ഇല്ല. എന്തു പറ്റി? എന്തോ സംഭവിച്ചല്ലോ. ഇതുപോലത്തെ മുതല് വേറെ ഉണ്ടോ? ഇതുപോലത്തെ മുതല് നിങ്ങളുടെ കുടുംബത്തില് വേറെ ഉണ്ടോ? ആരെ ഉദ്ദേശിച്ചത്? റൊണാൾഡോ ചേച്ചനെ അതാ ക്ലീറ്റോ ചേട്ടനെയാ? ക്ലീറ്റോ ചേട്ടനെ ഇല്ല, അതൊന്നേ ഉള്ളൂ. എന്റെ പൊന്നെ, ഞാൻ മടുത്ത്. ജീവിതം ഞാൻ നിന്റെ ആങ്ങളായതുകൊണ്ട് പറയലല്ലേ, ജീവിതം മടുത്ത് പോവാണ്. എന്താ ചേച്ചി കാര്യം? എന്താ ചേച്ചി? ഇടി ഞാനൊരു 10,000 പ്രാവശ്യം പറഞ്ഞു. പയറില്ല, പരിപ്പില്ല, ഒരു സാധനമില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. കുറെ പച്ചക്കറി ഇരിപ്പുണ്ട്. ഇന്നിതേ കറി വെക്കാൻ നോക്കിയപ്പോഴത്തേനും ഉപ്പ് ഒരു പൊടിയില്ല. എന്നിട്ട് ഞാൻ കഴുകി ഒഴിച്ച് ഉപ്പ് പാത്രം. ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ഞാൻ ആ ചെറുക്കനോട് എന്തോരം പ്രാവശ്യം പറഞ്ഞെന്നറിയോ? എനിക്കിത് മടുത്ത്. അത് തിന്നാ മതിയെന്നേ. എനിക്കെന്താ കുഴപ്പം? ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ സ്വഭാവമൊക്കെ മാറിയല്ലോ. ഇപ്പൊ എല്ലാം വാങ്ങിച്ചോണ്ടൊക്കെ വരുമല്ലോ. ഭയങ്കര മാറ്റമാ മാറിയത്. പറയണേന് ഒരു പരിധി ഇല്ലേ ചേച്ചി? ഒരു പെങ്ങക്ക് ആങ്ങളോട് പറഞ്ഞു കൊടുക്കണേനൊരു എത്രയെന്ന് വെച്ചിട്ട് പറയും. ഇപ്പൊ നോക്കിയാ വെളിച്ചെണ്ണ ഒരു 2 സ്പൂണും കൂടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കഴിഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ മേടിക്കണില്ല.
അവിടെ ഇരിക്കട്ടെ. ചേച്ചി ചെയ്യണ്ടേ ചേച്ചി? ആ ചെയ്യണില്ല. ചേച്ചി കൊച്ചുമോളെ വിശക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കഴിക്കും. അവിടെ ഒന്നും ചെയ്യണ്ട. ക്ലീറ്റ എന്തായാലും അവിടെ നിൽക്കൂലല്ലോ, തിരിച്ചു വരുമല്ലോ. പോയ സ്ഥലത്തുനിന്ന് അവിടെ കാലാകാലം ജീവിക്കാൻ പറ്റൂലല്ലോ. പാർട്ടിയുടെ കാര്യം കഴിയുമ്പോ തിരിച്ചു പോരണ്ടേ? നാണമാണ് ചേച്ചി ഇങ്ങനെ വന്ന് പറയുമ്പോ. പിന്നെ ഓടിയപ്പോ ഓർക്കണായിരുന്നു. കുറെ നാൾ ഇവിടെ കയറി ഇറങ്ങി നടന്നല്ലേ, അപ്പൊ സ്വഭാവം അറിയായിരുന്നല്ലോ. ഇത്രയും ഭീകരമാണെന്ന് അറിഞ്ഞില്ല. ഞാനോർത്ത് എന്നെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോ നന്നാവും. ശക്കിക്കൊത്ത ചങ്കര ചേച്ചിയുടെ കയ്യിലും ഉണ്ട്. ഈ കമ്മൽ എവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു ചേച്ചി? ഇത് നീ ഇപ്പോഴാ കാണണേ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മല്. ഓ ഇനിയിപ്പോ ഇത് വേണമായിരിക്കും. പോടുന്നു ഒരു പ്രാവശ്യം ഒന്നും ഇടാൻ ഒരു പ്രാവശ്യം ഇടാൻ തന്നെ. എന്തോരം സാധനങ്ങൾ ഇട്ടോട്ട് പോയേക്കണ്. എന്റെ പൊന്നെ, ബാക്കിയുള്ളവനാകെ സ്വർണ്ണക്കമ്മൽ ഒടിഞ്ഞു പോയിട്ട് കാത് വെറുതെ കിടക്കണല്ലോ എന്നോർത്ത് കൈ കിടന്ന കമ്മലൊക്കെ എടുത്ത്. ഇത് മുത്തെന്തോ പരിപാടി. സ്വർണ്ണക്കമ്മല് മാറാത്തത് ചേച്ചി? പൈസ വേണ്ടേടി. ഓ പിന്നെ അത് കൊടുത്തു എന്ത് അതിനുള്ള തൂക്കത്തിനുള്ളത് വാങ്ങിക്കണം. അതെന്ത് കാറ്റടിച്ചാ പറഞ്ഞോളാം ഒരു കമ്മല. മാറാൻ ചെല്ലുമ്പോഴായിരിക്കും അറിയണത്. ഇപ്പൊ 60,000 കണ്ട ഇല്ലേ സ്വർണത്തിന്? 2 ഗ്രാമാറ്റല്ലേ 2 ഗ്രാമാറ്റല്ലേ ഉള്ളു എന്റെ കമ്മല്. 2 ഗ്രാം എന്ന് പറയുമ്പോൾ മാറാൻ ചെല്ലുമ്പോ ഒരു 10-15,000 രൂപ കയ്യിൽ വേണം. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ മാറും. മാറാൻ ചേച്ചി മാറും. ചേച്ചി ഞാനും വേണ്ട ചേച്ചി. അപ്പോഴത്തേക്ക് ക്ലീറ്റ ചേട്ടൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ പൈസ അങ്ങോട്ട് എടുത്തു കൊടുക്കും. അത് ചെയ്യരുത്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ചില സമയത്ത് ചെയ്തില്ല. പിന്നെ വരവിന്റെ ഇട്ടിട്ട് കാതിന്റെ ഇതിന്റെ ആണി ഇങ്ങനെ നീണ്ടിരിക്കുമല്ലേ. കമ്മലോട് ഞാൻ പറഞ്ഞപ്പോഴാ എന്റെ ഈ വള കണ്ട ചാളെങ്കി പറഞ്ഞ് ഒരു പരുപോയി. ഊരാൻ പറ്റത്തില്ല. ഊരാൻ പറ്റൂലേ? ചളങ്ങി ഊരാൻ പറ്റാതെയായി. ഓ ശരി. ഇത് എന്താ പറ്റിയെന്ന് എവിടെയൊക്കെയോ ഇടിച്ചതാണെന്ന് തോന്നണ്. അപ്പൊ അത് മാറും. ഇനി മുറിച്ചെടുക്കേണ്ടി വരും. മാറുന്ന് പറയാൻ എളുപ്പമാ. 1 പവനും കണ്ടുണ്ട് ഇതിന്റെ കൂടെ. ഒരു 1/2 പവനും കൂടെ എങ്കിലും വേണ്ടേ? 1 പവന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചളങ്ങി പോകും ചേച്ചി. 1/2 പവനും കൂടി കൂട്ടിയിട്ട് ഇച്ചിരി വലിയ കട്ടിയുള്ള വെള്ളം എടുക്കും. താ ഉണ്ടെങ്കിൽ താ. പക്ഷെ 10-20,000 രൂപ ഇരിക്കും അല്ലേ? ഓ അത്രയൊന്നും അല്ല, അതിലും കൂടുതലാവും. അല്ലെങ്കിൽ 1 പവന്റെ തന്നെ. 1 പവന്റെ തന്നെ ഇത് തന്നെ ഒന്ന് മാറിയിട്ടാലും മതി. പണിക്കൂലി അടി ഉടുക്കത്തെ പൈസ. എന്റെ പൊന്നെ, എനിക്കാണ് നാണക്കേടെ ഡാൻസ് ക്ലാസ്സിലൊക്കെ ചെന്നിങ്ങനെ ഇങ്ങനെ കൊട്ടൊക്കെ മിക്കവാറും ഡാൻസിൽ കൊട്ടി ഞാൻ ഇങ്ങനെ കയറ്റി വെക്കാറുണ്ട്. അതിനെങ്ങനെ അതങ്ങനെ വരുത്തൊന്നുമില്ല. ഇത് എവിടെയോ തട്ടിയതൊക്കെയാ അറിയാതെ. എപ്പോഴെങ്കിലും ഒക്കെ മാറാം. എല്ലാം കൂടെ ഏട്ടനോട് എങ്ങനെ പറയും? ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യങ്ങൾ. നിന്റെ ആങ്ങളെന്നോട് പറയാൻ പാടില്ലേ? 2 ഗ്രാമിന്റെ കമ്മല് മാറി കൊടുക്കുന്നില്ല. ഇച്ചിരി ഉപ്പ് നേടി, ഇച്ചിരി ഉപ്പ് എടുത്തുണ്ടോ? അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോ. ഇന്നെങ്ങും പണിക്ക് ഇന്ന് പണിക്ക് പോലെ ഉണ്ടാവില്ല. ഇന്നെങ്ങും കടയിൽ പോലെ ഉണ്ടാവില്ല. വേറെ പാക്കറ്റ് ഉണ്ട്. ഉണ്ടാ? അത് ഞാൻ വേറെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി തരും. അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് മതി. വെളിച്ചെണ്ണ അല്ല, ആകെ ഇത്രേ ഉള്ളു ഇവിടെ. ഒരു കറി താളിക്കാൻ. അന്ന് ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് അവന്റെ കൊടുത്തു വിട്. അത് താളിച്ചിട്ട് വരാം. കൊടുത്തു വിടണേ. ഓ എന്റെ പൊന്നെ, ഞാൻ വിഴുങ്ങൂല. അല്ല ഇവിടെ ഇല്ല, അതുകൊണ്ടാ. അല്ല പിന്നെ ഞാൻ കടയിൽ പോണം. എന്തോ ഉണ്ടല്ലോ. എടീ എന്തോ വന്നേ. വന്നോ? കൊറേ നേരമായിട്ട് വണ്ടിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് എന്തോടാ? എന്താടാ ചിട്ടി അടിച്ച്? അതൊക്കെ ഉണ്ട്. സയാസിന്റെ വൈഫ് ഒരു ചിട്ടി തുടങ്ങിയായിരുന്നു. അത് ഞാൻ അങ്ങ് ചേർന്നു. 25,000 രൂപ. ചേർന്നിട്ട് എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആയില്ലേ? ഇപ്പൊ സർപ്രൈസ് ആയില്ലേ? എടാ എന്തായാലും പൈസ കിട്ടിയില്ലടാ. ഇച്ചിരി പൈസ ആടാ. നിനക്ക് ആവശ്യം ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാടി. അല്ല വേറെ ഒന്നിനും അല്ല. എടാ എന്റെ നേടാ ഈ പൊട്ട കമ്മൽ. ഇത് വരവിന്റെ കമ്മൽ. എന്റെ കമ്മൽ ഒടിഞ്ഞു പോയിട്ട്. അതല്ലേ ഒടിഞ്ഞു പോയത്. അതിലിടാൻ കമ്മലില്ല. ചൊറിഞ്ഞിട്ട് അടിയിൽ ഇതെല്ലാം ഇട്ട് ഒരു കമ്മൽ മേടിക്കാന്ന് ഓർത്താന്ന്. പഴയ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരു 10,000 രൂപ കൂടി കിട്ടി. ഇപ്പൊ ഞങ്ങളിത് അത് പറഞ്ഞോണ്ടിരിക്കുകയാടാ. ഏട്ടനൊന്നും ഉണ്ടായിരുന്നു. ഇച്ചിരി കാശ് കിട്ടിയപ്പോഴത്തേക്ക് ചേച്ചിക്ക് ആവശ്യം വന്നില്ല. ചേച്ചിക്ക് കമ്മൽ മാറണമെങ്കിൽ ക്ലീറ്റോ ചേട്ടന് പോയി പറ. ഇതെനിക്ക് വളം മാറാനുള്ള
നീ പിടിച്ച് വളയ്ക്കല്ലേ അത്? അല്ല വളയ്ക്കാൻ ഇനി ഒന്നുമില്ല. അത് മൊത്തം എന്നാലും കയ്യിലിടാൻ വള ഉണ്ടല്ലോ ഇപ്പൊ. ഇതെനിക്ക് മാറണം ചേച്ചി. ഞാൻ ചേച്ചിയോട് കമ്മലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്റെ വള മാറണോന്ന്. എടാ ഇത് നോക്കിയടാ, കാത് ചൊറിഞ്ഞിട്ട് പാടില്ലാടത്ത് ഇവിടെ ഒക്കെ മുട്ടുമ്പോ ചൊറിയും എനിക്ക്. നീ അങ്ങനെ ചൊറയുടെ ഇടണത്തിനാണത് കാതില് കമ്മലിടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഊട്ടടഞ്ഞു പോവില്ലേ? അത് ക്ലീറ്റോ ചേട്ടൻ എപ്പോഴെങ്കിലും മാറിത്തരും. ഇതെനിക്ക് വള മാറേണ്ട പൈസ. വള മാറാൻ അത് അപ്പടിയൊന്നും വേണ്ട. ഇത് മാറാനായിട്ട് 10,000 രൂപ മതി. എന്താ 10,000 രൂപ വെച്ച് എല്ലാം അങ്ങോട്ട് അതേ തൂക്കത്തിൽ വള മേടിച്ചു കൊടുത്താൽ മതി കേട്ടോ. മാറണമെങ്കിൽ 10,000 ഇതിപ്പോ നിനക്ക് എന്തായാലും ഒരു ആവശ്യമില്ലാത്ത പൈസ അല്ലേ? ആവശ്യം ഉണ്ടായിരുന്നടി. എന്താവശ്യമുണ്ട് നിനക്ക്? ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ പൈസയാണേ. നീ പ്രതീക്ഷിച്ചപ്പോ നീ ഇത് പ്രതീക്ഷിച്ചോ? ചേച്ചി എന്റെ ആങ്ങളിനോട് ചോദിക്കണേ എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കാണണ്ടേ ചേച്ചി? അവിടെ എവിടെന്നെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തി. ക്ലീറ്റോ ചേട്ടൻ എവിടെന്നെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരാറുണ്ട് 5ഉം 10ഉം ചോദിച്ചോണ്ട്. കിട്ടാറില്ലല്ലോ. എന്റെ ആങ്ങളൊക്കെ ഇത് എനിക്ക് വള മാറേണ്ട പൈസ. എനിക്ക് വേണ്ട വേണ്ട. അന്നൊരു പണി അല്ല അവിടെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പൈസ കൊടുത്തു. എന്ത് ചെയ്യോന്ന് പറയാ. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ ആവശ്യമുള്ളത്? ഒരു നുണയും പറയണ്ട. എന്റെ ആവശ്യം പിന്നെ എണ്ണി ചുട്ടപ്പം പോലെ കിട്ടുന്ന പൈസ കൊണ്ട് എനിക്കൊരു ആഗ്രഹങ്ങളില്ലേ? ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. എനിക്ക് വണ്ടി ഞാൻ വിചാരിച്ചു ഈ വണ്ടി ഒന്ന് മാറ്റി എടുക്കാന്ന് വിചാരിച്ചു. 25,000 ഇത് വൃത്തിയെങ്കിലും ആയിക്കോട്ടെ ഒന്ന്. അത് അതിന് ഇത്രയും പൈസ 5 രൂപ മതിയാ കമല് മാറാൻ? നീ ഭയങ്കര പാഷാണത്തിൽ. അന്നൊരു 10 രൂപ കൊടുക്കും. 4 5 10 രൂപ 6 7 8 9 10 രൂപ വെച്ചോ. മറിക്കോട്ടെ ഇപ്പൊ കമ്മല്. ഒന്നിച്ച് പോകാം. എന്റെ വളയും കൂടെ മാറാം. ശരിക്കും ഇത് മൊത്തം തരാൻ പറ്റില്ല എനിക്ക്. വള മാറാനുള്ള അതിന് 15 രൂപയല്ലേ ഉള്ളു. അതിന് എനിക്കൊരു 5 രൂപ. എനിക്ക് 5 രൂപ എടുത്തോ. എന്തുവാടേ 5 രൂപ വേണ്ട വേണ്ട അത് വെച്ചോ. അവന് 2 ഷർട്ട് വേണ്ടെന്ന്. ഷർട്ട് മേടിക്കാൻ 1. അന്ന് എനിക്കൊരു 12 രൂപ. 12 താഴട്ടാ പൈസ അങ്ങനെ കൊടുത്തു. എത്രയുണ്ട്? അത് 12 ഉണ്ട്. ഓ 1 ഇത് വേണം. 1000 രൂപ വേണോ? 3 വേണ്ട, ഇത് മതി. അപ്പൊ അതിന് തികയില്ല. 9 10 11 12. അത് കുഴപ്പമില്ല. ഇതിന്റെ അകത്തുനിന്ന് ഇന്ന് വേണം. എന്നാ നാളെ പോ. പെട്ടെന്ന് നടക്കും. തമ്പിച്ചേട്ടൻ സാറേ വന്നാളോ സാറേ? ഞാൻ പെട്ടെന്ന് വന്നു. ഇതെവിടെ പോയി രണ്ടുപേരും കൂടെ? കാശിന് ചില ആവശ്യമുണ്ടായിരുന്നു. സത്യം പൈസക്കൊക്കെ നേരം വെളുത്താ പൈസ പോണത് അറിയൂല. 10ന്റെ പൈസയാണ് ഞങ്ങളുടെ കയ്യിലില്ല. ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കാരണം പാടേ. അതെ അല്ല ഇപ്പൊ തന്നെ ആരോടെങ്കിലും 10 പൈസ ചോദിച്ചാൽ കിട്ടാൻ വലിയ പാടാ. വേണ്ടേ? തന്നാ തന്നെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴാ തന്നെ വലിയ വിഷയം. അതുകൊണ്ട് നമ്മളിനി കണ്ടവന്റെ മുമ്പ് ഇറക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. ഒരു ശകല സ്വർണ്ണം ഉണ്ടായിരുന്നേ, അത് ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് വരുന്ന വഴിയാ. അയ്യോ ബാങ്കിൽ പോയതാണ്. ബാങ്കിൽ പോയതാ. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പൊ അവിടെ വരെ ഒന്ന് പോകണം. നമുക്ക് ഒന്നുണ്ട് കല്യാണം കയറി താമസം ഒന്നും ചെലവല്ലേ. പരിപാടി കുറവാന്നേ. പിന്നെ പോവാ. എന്നാ സാറേ പിന്നെ വിശേഷം? ഒന്നുമില്ല. മുരളിയാണ് സാറേ. ഓ ഇതെവിടെ പോയി? ഇങ്ങോട്ട് തന്നെ വന്നതാ. ഒരു സങ്കടം പറയാണ്ടായിരുന്നു സാർ. എന്തുറ്റി? വീട് വാടകയ്ക്ക് വാടക കൊടുക്കും. 2 മാസത്തെ പൈസ കൊടുക്കും. മോളെ പ്രസവമൊക്കെ ആയപ്പോഴത്തേക്ക് പൈസ ശാല ഇരുന്നേക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി 16,000 രൂപ കൊടുക്കും സാർ. ഇല്ലെങ്കിൽ ഇതെൻ്റെ എൻ്റെ ഉടയം വന്ന് വീട്ടിൽ നിൽക്കും. ഇപ്പൊ തന്നെ മാറി കൊടുക്കും. എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ഇച്ചിരി നേരം പോയി കിടക്കട്ടെ കേട്ടാ. ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാണ് സാർ ഇങ്ങോട്ട്. ഇപ്പൊ വരാം. ബാമാണോ ചേച്ചി? വേണ്ട. മോള് പ്രസവം കഴിഞ്ഞ് പോയോ? വീട്ടിലാ. വേണ്ടല്ലോ. ഞാനേ ബാം എടുത്തു തലവേദന എന്ന് പറഞ്ഞില്ലേ. എത്ര രൂപയാണ് അവിടെ അടയ്ക്കാൻ? 8,000 രൂപ മാസം വാടക. 2 മാസത്തെ പൈസ. ഞാൻ കുറെ പൈസ അഡ്വാൻസ് കൊടുത്തിരുന്നു. അതൊക്കെ അവർ പിടിച്ചൊക്കെ പോയി കൊടുക്കാൻ പറ്റിയില്ല. 2 മാസം കൊണ്ട് 16,000 രൂപ. 16,000 രൂപ കൊടുക്കും. ഞാൻ ഇപ്പൊ വരാമേ. ഞാൻ നിൽക്കണോ സാർ? ഞാൻ വരാം. ലിലി വേറെ എവിടെ അന്വേഷിക്കാൻ വരണം. ഒരുപാട് അടുത്ത് അന്വേഷിച്ചു.
ഒരുപാടെടുത്ത് ഞാൻ കയറി ഇറങ്ങി വയ്യ എനിക്ക് കയറി ഇറങ്ങി. ഞാൻ കൊടുക്കത്തില്ല. ലിലിയേ ഏ? പാവാ പുള്ളിക്കാരനെ ആ പൈസ അത്യാവശ്യമായിരുന്നു. വാടക കൊടുക്കാനുള്ള പൈസ ഒക്കെ എല്ലാത്തിൻ്റെ വീട്ടിൽ നിന്ന് കടിച്ചിറക്കുന്നൊക്കെ പറയാൻ പിന്നെ ഇപ്പോഴാണ് പൈസയൊക്കെ അന്വേഷിച്ച് നടക്കണത്. ഇപ്പോഴാണ് പൈസയൊക്കെ അന്വേഷിക്കണത്. നേരത്തെ അന്വേഷിക്കണ്ടേ? എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടാവും. ഗതിയില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ചോദിച്ചു. അപ്പൊ നമ്മളുണ്ടെങ്കിൽ കൊടുക്കുക, അത്രയല്ലേ ഉള്ളു. നമ്മുടെ കയ്യിലില്ലല്ലോ. വേണമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്നുള്ളതല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ, എന്ത്? ഞാനകത്തുനിന്ന് പൈസ ഏത് പൈസ? ഇടി ഇപ്പൊ ഒരു 2 മിനിറ്റ് മുമ്പല്ലേ ഒരു 12,000 രൂപ എന്റെ കയ്യിൽ തന്നെ. ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല. ആളുകൾ ഇല്ല 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 ഇല്ല, ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല. ഇല്ല പൊന്നേട്ടാ, അവിടെ എന്റെ വാളയൊന്നും മാറേണ്ട പൈസയാണ്. ഞാൻ തരത്തില്ല. അതിനൊക്കെ സാവകാശം ഉണ്ടല്ലോ. പിന്നെ ഒരു സാവകാശം ഇല്ല. ഇനി ഏട്ടന് എവിടെ നിന്ന് പൈസ കിട്ടാനാ ഇത്ര ഇതായിട്ട്? ഞാൻ തരത്തില്ല. ഞാൻ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച തരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അന്ന് ഏട്ടന് ഒരു പണി ചേച്ചിയെടുത്ത് പോയി ചോദിക്കി. ചേച്ചിയെടുത്ത് 10 രൂപയില്ലേ? ചേച്ചിയെടുത്ത് പോയി ചോദിക്കി. പിന്നെ എൻ്റെ കയ്യിൽ 3000 രൂപ 3000 രൂപ ഇല്ലേ? അപ്പൊ 13 അത് കൊടുക്ക്. അതേ ഉള്ളെന്ന് പറ. ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വള പൊട്ടിയിരിക്കുമല്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വേണ്ട കേട്ടാ ഏട്ടാ. അയ്യോ, പെങ്ങളോട് ഒരു സ്നേഹം, ഭാര്യയോട് ഒരു സ്നേഹം, അത് വേണ്ട, അത് വേണ്ട. ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല. ചേച്ചിയോട് പോയി ചോദിക്കുമ്പോ ആളുകൾ അവസ്ഥ അറിഞ്ഞ് പെരുമാറടി, മര്യാദയൊക്കെ വേണ്ടത്. ചേച്ചിയോട് പോയി ചോദിക്കും. ചെല്ല്. അവളവിടെ ചേച്ചി അവിടെ അടവ് പിടിച്ച് കിടക്കുക അമ്മയുടെ റൂമിൽ. വെറുതെ തലകറക്കൊന്നുമല്ല. ചെന്ന് ചോദിക്കും. ചെല്ല് ചെല്ല്. പെങ്ങളുടെ കയ്യിൽ പോയി വാങ്ങിക്കട്ടെ, ഞാൻ കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കൂല എന്തായാലും. അയ്യോ, ഭയങ്കര തല കറക്കോടാ പെട്ടെന്നാണ്. ആശുപത്രി പോണോ? വേണ്ട, ചിലരം കിടന്നാ മതി. ശല്യപ്പെടുത്താതിരുന്നാ മതിയടാ. പൊക്കോ. എന്താടാ? തലവേദനക്കുള്ള ഗുളിക ഇവിടെ ഉണ്ടോ നോക്കട്ടെ. തലവേദനക്കുള്ള ഗുളികയൊന്നുമില്ലപ്പാ. എന്താടാ? എന്താന്നേ ശല്യപ്പെടുത്തല്ലേ, നീ പോയേ. ഞാനൊരു കാര്യം പറയട്ടെ. ലില്ലിക്ക് ഒരു ബോധമില്ലാത്തൊരുത്തിയാണ്. അല്ലെങ്കിൽ ഒരാളൊരു ആവശ്യം വരുന്ന സമയത്ത് ഞാൻ അവളുടെ അടുത്ത് പൈസ പോയി ചോദിച്ചു, അവിടെ തന്നില്ല. മറ്റേ ചേട്ടൻ അവിടെ നിൽക്കല്ലേ, ഞാൻ കൊടുത്ത പൈസ തിരിച്ചു തരാൻ ചോദിച്ചു. അപ്പോഴാ അതുകൂടെ കിട്ടി ഞാൻ കൊടുക്കാമായിരുന്നു. പക്ഷെ അവിടെ തരുന്നില്ല. നീ നിനക്ക് തന്ന പൈസ എടുത്തേ. എടി നിനക്ക് ഞാൻ തന്ന പൈസ എടുക്കാൻ. നീ നമ്പർ ഇറക്കാമായിരുന്നു. നീ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ ഇടിക്കുന്നില്ല. എടിക്കടി എവിടെ പൈസ? എന്ത് പൈസ? ഞാൻ പൈസ എനിക്കറിയാൻ പാടില്ല. ഞാൻ എവിടെ വെച്ചെനിക്ക് ഓർമ്മയില്ല. എന്താ? കൊടു. നീ കൊടു. ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ ഞാനും കൊടുക്കത്തില്ല. ചേച്ചി അതെ ഇത് എന്റെ ഭർത്താവിന് ചിട്ടി അടിച്ച് കിട്ടിയ പൈസയാ. ചേച്ചി കൊടുത്തേ. ഇത് എന്റെ ആങ്ങളെ എനിക്ക് തന്ന പൈസ. കൊടി ചേച്ചി. എന്ത് കൊടി ചേച്ചി? ഒരു കാര്യം ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ തന്നാ മതിയായിരുന്നു. ഇനി 2 പേര് മര്യാദക്ക് എന്റെ പൈസ ഇപ്പൊ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അയാൾ വീടിന് വാടക കൊടുക്കില്ല. നമ്മളിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ഇല്ലല്ലോ, നമ്മളിപ്പോ ഉണ്ടല്ലോ, നമ്മളെ കണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് ഇന്നാണോ വാടക കൊടുക്കേണ്ടത്? അയാൾ ഇന്നാണോ പൈസ അങ്ങനെ കിടക്കുന്നത്? വിട്, നമുക്ക് കൊടുക്കാൻ പറ്റി കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത്. ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. വിട്, നിന്റെ പൈസ നിന്റെ കയ്യിലുണ്ടല്ലോ. ഞാനൊരു കാര്യം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരു പണിയാ. ഞാൻ 1000 രൂപ തരാം. ചേച്ചി 1000 രൂപ. ബാക്കി കേട്ടോ അത്ര ഉള്ളെന്ന് പറയട്ടാ. ഇനി സംസാരമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ പൈസ നേരാ? നീ ആരാ? ഞങ്ങളുടെ ആരും അല്ല ഞാൻ നിങ്ങളുടെ. ആരെങ്കിലും ആരും ചോദിക്കും തരുമായിരുന്നു. നിങ്ങൾ മര്യാദ പൈസ വള പിന്നെ മേടിക്കാം. ഞാൻ തരാന്ന് പറഞ്ഞല്ലേ? എന്റെ കാത് പൊട്ടിച്ചിട്ടെ. അതിങ്ങനെ കമ്മല്ലാതെ പൊട്ടിച്ച് ചെയ്യണ? കമ്മലിട്ടാന്ന് പറഞ്ഞ ആർക്കാ? പോലീസുകാരന്റെ പെങ്ങൾക്ക് കമ്മലില്ല. കൊടുക്ക്.
പൈസ ആരോടും അങ്ങനെ കാണിക്കാൻ പാടില്ല. ആ തൊട്ടുമുത്താനാ. എടീ, നിന്റെ കമ്മൽ മാറ്റി മേടിക്കാം. ഇതൊരു നല്ല കാര്യത്തിനല്ലേ? ഇഷ്ടത്തോടെ കൊടുക്കണല്ലേ? മോശമാണ്. നിന്റെ വളയല്ലേ മാറ്റേണ്ടത്? രണ്ടുപേരുടെ ഒരുമിച്ച് ഞാൻ ജ്വല്ലറി കൊണ്ട് 2 വളയും എന്താണ് കമ്മലും മേടിച്ചു തരാം. തീർന്നല്ല പ്രശ്നം. അടുത്ത മാസം ശമ്പളം കിട്ടും കേട്ടാ. ചേച്ചിക്ക് ഒന്ന് കൊടുത്താൽ എന്തായിരുന്നു? ഇപ്പൊ രണ്ടുപേരുടെയും പോയില്ലേ? അങ്ങനെ എനിക്കില്ല, അത് നിനക്ക് മാത്രം വേണം. ആണേ ആണേ അങ്ങനെയാണെങ്കിലേ കാത് പൊട്ടി ചിഴിഞ്ഞളിയട്ടെ. അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വള ഊരാൻ പറ്റാതെ നിന്റെ കൈ മുറിച്ചെടുക്കും. സാരമില്ല, ഞാൻ സഹിച്ചു. എനിക്ക് കമ്മല് വേണ്ട. ആണ് അവരങ്ങ് അകത്തങ്ങട്ടെ. പോവാം. അയ്യോ മുരളണ്ണ. ആ സാറേ, മുരളി പോയി സാറേ. പോയാ? ആ പുള്ളി ഇപ്പൊ മുള്ളുണ്ട്. ഒരുപാട് നേരം ഇവിടെ നോക്കിയൊന്നു. സാറിനെ കണ്ടില്ല, അങ്ങ് പോയി. അല്ല, ഞാൻ പൈസ കൊണ്ടുവന്നായിരുന്നു. പൈസ ഞങ്ങൾ കൊടുത്തു. ഏത് പൈസ? പുള്ളി കുറെ നേരം ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞേ, പൈസ ഇല്ലാത്ത വിഷമം പാവം തോന്നി എനിക്ക്. ഞാനും വാടക കിടക്കുന്നല്ലേ, ആരെങ്കിലും ഒരു ഉപകാരപ്പെട്ടെ. കുറച്ച് പൈസ ഇരിപ്പുണ്ടല്ലോ, ഞാനത് കൊടുത്തു. അദ്ദേഹം പോയി. വളരെ സന്തോഷമായിട്ടാ പോയി. ഉടനെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഇല്ലേ? പൈസ കൊടുത്തില്ലേ? ഞാൻ കൊടുത്തു വിട്ടു. തമ്പേണ്ണ പൈസ കൊടുത്തു. ഒരാ പണയം വെച്ചുകൊണ്ടെന്ന് പൈസ കൊടുത്തു. അത്യാവശ്യമല്ലായിരുന്നു പുള്ളി. അതിലും പൈസ ഇരിക്കുമോ? ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ട ഞാൻ കൊടുത്ത്. ഞങ്ങളൊന്ന് നടക്കട്ടെ സാറേ. തലവേദന പോയതാ? തലവേദന കുറച്ചും കൂടി ഉണ്ട്. കനകൻ ഒരു മരുന്നകത്ത് വെച്ച് തന്നായിരുന്നു. അതാ കനകൻ വരാൻ വൈകിയത്. ഇനിയിപ്പോ ചേച്ചിയൊക്കെ പോയി കഴിയുമ്പോ ഒരു മരുന്നും കൂടി തരുമായിരിക്കും. അത് കഴിയുമ്പോ മാറും. നമ്മൾ പോട്ടെ. വാ. മൊത്തമുണ്ട്.